ഹായ് മക്കളെ, ഇന്ന് നമുക്ക് പോത്തിറച്ചി കറി വെച്ച് ചീനിയും വേവിക്കാം. അതിനായിട്ട് ഇതാ കൊച്ചുള്ളിയും പൊളിക്കുന്നു, സവാള പൊളിച്ച് വെച്ച്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ആരിപ്പയ്ക്കകത്തോട്ടിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകാം. കണ്ടല്ലോ, ടാപ്പ് വെള്ളത്തിലിട്ട് നമുക്ക് വൃത്തിയായിട്ടെല്ലാം ഒന്ന് കഴുകാം. അത് സെല്ലരിയാണ്. ഒരു തണ്ട് സെല്ലരി നമ്മൾ കറിക്കിടുന്നത് നല്ലതാണ്. നമുക്ക് പ്രഷർ കുറയ്ക്കും, അൾസർ മാറ്റും, ശരീരത്തിന് നല്ലതാണ്. നമ്മൾ ചമ്മന്തിക്കായാലും ഏതിലുമൊക്കെ സെല്ലരി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വെറും ബിരിയാണിക്ക് മാത്രമല്ല, ഏത് ഐറ്റത്തിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് കഴുകാം. നമ്മൾ കപ്പയും പോത്തിറച്ചിയും വേവിക്കുന്നത് പണ്ടേ കൊല്ലക്കാർക്ക് അതൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മമാർ ഇങ്ങനെ ചെയ്തു തരും. പോത്തിറച്ചി കറി വെച്ച് ചീനിയും വേവിച്ച്, ഞങ്ങൾ ചീനി എന്നാണ് പറയുന്നത്, വേവിക്കുന്നെന്നാണ് പറയുന്നത് അരപ്പിടുന്നതിന്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണോ പറയുന്നത് അത് പറയാം. അങ്ങനെ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാമാണ് നമ്മളിതാ ഒരുമിച്ചെല്ലാം നന്നാക്കി എടുത്തതിന് ശേഷം കഴുകുകയാണ്. വൃത്തിയായിട്ട് കഴുകാം. മഴക്കാലമൊക്കെ അല്ലേ, നമ്മൾ എവിടെ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങളാണ്, കൈമാറി വരുന്നതല്ലേ. അപ്പൊ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഒരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പോത്തിറച്ചിയില്ല ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് വേണം മാറിനേറ്റ് ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയാണ് അത്. കൊച്ചുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞാൽ നമുക്ക് പോത്തിറച്ചിയും കറി വെക്കാം. അതിനോടൊപ്പം ചീനിയും വേവിക്കാം. അപ്പോൾ ഞായറാഴ്ച ദിവസം അങ്ങനെയാണ് പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടുകളിൽ ചെയ്യുന്നത്. അതിനെ ഓർമ്മപ്പെടുത്തി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും പെക്കകത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അതിനതാ കട്ട് ചെയ്യുന്നുണ്ട്. സവോളയെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. പള്ളിയിൽ നിന്ന് വരുമ്പം ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിച്ച് ഇച്ചിരി ചോറും വെച്ച് കഴിയുമ്പം അന്നത്തെ ജോലി കഴിഞ്ഞ് പിള്ളേർക്ക് കയറി ഇറങ്ങി ആഹാരവും കൊടുക്കാം, നമുക്കും കഴിക്കാം, സുഖമായിട്ട് ഉമ്മണി നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഇതാണ് പണ്ട് മുതലേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കെല്ലാം ഞായറാഴ്ച ഇതെല്ലാം പോത്തിറച്ചി കറി വെച്ച് ചീനിയും വേവിച്ച് ചോറുമായിട്ട് കൊടുക്കും. മറ്റു കറികളൊന്നും ഒന്നും വെക്കത്തില്ല. നല്ല ടേസ്റ്റിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉണ്ടല്ലോ, തക്കാളി അരിയുന്നു. നല്ല പോത്തിറച്ചിയായിരുന്നു കിട്ടിയത്. അതായത് എല്ലാ ശനിയാഴ്ചയോ രാത്രി വെട്ടി ഞായറാഴ്ച അവർ വിൽക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രഷായിട്ടുള്ള അല്ല വെളുപ്പിലെ വെട്ടുന്നതായിരിക്കും. ഇഞ്ചി അരിഞ്ഞ് വെച്ചു, വെളുത്തുള്ളി കൊത്തിപ്പൊടിക്കുകയാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് കൊത്തിപ്പൊടിച്ച് വെക്കാം. കണ്ട, കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട്. ഇവിടെ നമ്മൾ ചതയ്ക്കുന്നില്ല, ഒരു സാധനവും നമ്മൾ ഇടിയല്ലേ വെച്ച് ചതയ്ക്കുന്നില്ല. നമ്മുടെ നാടൻ രീതി പണ്ട് നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെലരിയാണ് അരിയുന്നത്. സെലരി നമുക്ക് ഏത് കറിക്കും ചേർക്കാം, മീൻകറിക്കല്ല, ഇതെല്ലാം വെജിറ്റബിൾസ് ഏതിലും. സെലരിയുടെ സലാഡ് ഏറ്റവും നല്ലതാണ്. സെലരി നമ്മൾ സലാഡ് ഉണ്ടാക്കുമ്പോൾ സെലരി ചേർക്കുന്നത് നന്നതാണ്. BP എപ്പോഴും നോർമലായിട്ട് കുറഞ്ഞു നിൽക്കും, ഓവർ BP ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചു. പോത്തിറച്ചിയാണ്, കഴുകി വൃത്തിയാക്കി പോത്തിറച്ചിയാണ്. അത് വാലാൻ വെച്ചു. വെള്ളം വാർന്നു പോകാനായിട്ട് അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി വെച്ചു. ഇനി അതിലേക്ക് നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുകയാണ്. ഉള്ളി പറക്കുന്നത് അതിൽ നിന്ന് വീണ അരിയാണ്, കണ്ടല്ലോ. ഇനി നമുക്ക് കൊച്ച് 2 സ്പൂൺ, അതായത് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു. അല്പം ഉപ്പ്, അല്പം മതിയല്ല, അല്പം ഉപ്പ്. അതിനെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും നാരങ്ങ നീരുമാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിനെ പോത്തിറച്ചിയുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നു, അല്ലേ? യോജിപ്പിക്കുകയാണ്. കണ്ടോ,
യോജിപ്പിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഡയറക്റ്റ് കുക്കറിലോട്ട് കൊടുക്കുന്നു. നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും മാറിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കണ്ട. ഇതിനെ യോജിപ്പിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് അങ്ങ് കുക്കറിൽ കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ച സവാള പകുതി ഇറച്ചിയെ നമ്മൾ കൊടുത്തോളൂ. പോത്തിറച്ചി പകുതി ഇട്ടിട്ട് അതിന്റെ പുറത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നിരത്തിയിടുന്നു. കണ്ടല്ലോ. അതിന് മീതെ നമ്മൾ ബാക്കി വന്ന പോത്തിറച്ചിയും കൂടെ കൊടുക്കും. അപ്പൊ അതിനൊപ്പം അല്പം പെരുംജീരകം തൂവിയാണ്. അപ്പൊ സവാളയുടെ മുകളിൽ അല്പം പെരുംജീരകം കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ബാക്കി വന്ന പോത്തിറച്ചി നിരത്തി വെക്കുന്നു. ഇനി നമുക്ക് തക്കാളി കൊടുക്കാം, പച്ചമുളക് കൊടുക്കാം. മൊത്തം കൊടുക്കുന്നില്ല, എല്ലാം പകുതി വീതം. പച്ചമുളകൊക്കെ നന്നായി ഉപയോഗിക്കണം കേട്ടോ, നല്ല എരിവ് പിടിക്കണം. ഇത് നമുക്ക് പിന്നീട് എടുക്കാം, അതിനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പകുതി ഇഞ്ചി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി ഇഞ്ചി, പകുതി വെളുത്തുള്ളി, കൊത്തി വെച്ചിരിക്കുന്ന പകുതി വെളുത്തുള്ളി, പകുതി സെല്ലരി, അരിഞ്ഞു വെച്ചിരിക്കുന്ന സെല്ലരി ഇലയിൽ നിന്നും പകുതി ഇലയും കൂടെ ചേർത്തു. അവരെല്ലാവരെയും കൂടെ ഒരു കുക്കറിലാക്കിയിട്ട് കുഞ്ഞു കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി അതിനെ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചു, ഗ്യാസ് കത്തിച്ചു, അത് ഫ്ലെയിം കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് ചീനിയും പൊളിച്ച് അരിയാം. അതാണ് അമ്മച്ചി ചെയ്യുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് വേവട്ടെ. അടുത്തടുപ്പിൽ അതും കൂടെ അങ്ങ് ശരിയാകുമല്ലോ. ഒരെണ്ണം ഇപ്പുറത്തെ അടുപ്പിൽ ശരിയാകുമ്പോൾ അടുത്ത അടുപ്പിൽ ചീനിയും അങ്ങ് വേവട്ടെ. നമ്മുടെ നാട്ടിൽ ചീനി അങ്ങനെ അരിയുന്നത്, ചീനി 2-3 വട്ടം കഴുകി ഒരു കൊച്ചു കുട്ടിക്കലത്തിലോട്ട്, അത് ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു കലത്തിൽ 1 കിലോ ചീനിയേ ഉള്ളു, കുഞ്ഞു മംഗലത്തിലായിട്ട് ഞാൻ വാരി വെക്കുകയാണ്. അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു. ഇനി അതിന് നമുക്ക് ഫ്ലെയിം കൊടുക്കാം. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഒരടുപ്പിൽ വേവട്ടെ. അതിൽ ഏകദേശം തിളയും വരുന്നു. മൂടി വെച്ചു. അപ്പോഴത്തേക്ക് കുക്കറിൽ 5 വിസിൽ വന്നു. അത് ഞാൻ ഇറക്കി വെച്ചു. ചട്ടി അടപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ചട്ടിയിലൊന്ന് ചുറ്റിച്ചു. എണ്ണ ചുറ്റിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിരുന്ന് കാണുക. കണ്ടോ, 1 സ്പൂൺ ഉലുവയാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഒരു ടീസ്പൂൺ ഉലുവ കൊടുക്കുന്നു. പോത്തിറച്ചിക്ക് എപ്പോഴും നമ്മൾ ഉലുവയാണ് അതിന്റെ കോമ്പിനേഷൻ, അല്ല കടുവല്ല. ഉലുവ കൊടുത്തു. ഉലുവയൊന്ന് പൊട്ടട്ടെ. പൊട്ടുന്നതിനോടൊപ്പം തന്നെ പെരുംജീരകവും കൊടുത്തു. ഉലുവ, പെരുംജീരകം നന്നായി മൂക്കട്ടെ. വീണ്ടും അതിനോടൊപ്പം കൊടുക്കുന്നത് ഇഞ്ചിയാണ്. കൊത്തി വെച്ചിരുന്ന ഇഞ്ചി, ബാലൻസ് വന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതാണ് കൊടുത്തത്. കണ്ടല്ലോ. സെലരി കൊടുത്ത്, ഇഞ്ചി കൊടുത്ത്, ബാലൻസ് വന്ന ഇഞ്ചിയും കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് കൊച്ചുള്ളിയാണ്. ചുമന്നുള്ളി പൊളിച്ചു വെച്ചത്, അത് നമ്മൾ അരിഞ്ഞിട്ടില്ല. വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് അപ്പുറത്തടുപ്പിൽ നമ്മുടെ ചീനി വേവുന്നുണ്ട്. പച്ചമുളകും തക്കാളിയും നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ പകുതി, അതും കൂടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും കൂടെ ചേർന്നൊന്ന് നന്നായി എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് മൂടി വെക്കുക. ഇതിനാവശ്യമായ സ്പൈസസ് ആണ് നമ്മൾ എടുക്കുന്നത്. കണ്ടല്ലോ, ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അത് കശ്മീരി മുളക് പൊടിയാണ്. അതാ പച്ചമുളക് കൂടുതൽ എടുത്തത്. ഇത് കശ്മീരിയാണ്. കശ്മീരി മുളക് പൊടി 5 ടീസ്പൂൺ. മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു. വീണ്ടും 1 സ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു. ഇനി നമ്മൾ
ഒരു നുള്ളു കൊച്ചു ജീരകവും എടുത്തു. ഇത്ര മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ മസാല. അപ്പോഴത്തേക്ക് ഇതാ ഇത് വഴന്ന് ആവിയിലെല്ലാം കൂടെ ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ നന്നായി കപ്പ ഇത് രണ്ടാമത്തെ ആദ്യത്തെ തിളച്ചൂറ്റി രണ്ടാമത്തെയാണ് ആ തിളയ്ക്കുന്നത്. കപ്പ ഞാൻ 2 പ്രാവശ്യം ഊറ്റും. ഇത് കണ്ടല്ലോ, പൊടികളെല്ലാം ആ വഴന്നയിലോട്ട് കൊടുത്ത് നമ്മൾ വരട്ടിയെടുക്കുകയാണ്. നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കപ്പ ഒന്ന് തിളച്ചു, അത് കറക്കി കളഞ്ഞു, ഊറ്റി രണ്ടാമത്തെ വെള്ളം ഒഴിച്ചു. അതിൻ്റെ തിളച്ചതാണ് കാണുന്നത്. കപ്പയുടെ കട്ട് കളയണം. ഞങ്ങളുടെ നാട്ടിൽ എത്ര വേവുന്ന കപ്പയാണെങ്കിലും 2 ഊറ്റും. അത് തന്നെ ഞാനും ഫോളോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ കട്ട് നമുക്ക് ബാധിക്കത്തില്ല. കപ്പയ്ക്കൊരു കട്ടുണ്ട്, എത്ര നമ്മൾ നോക്കിയാലും. കണ്ടല്ലോ. അപ്പോൾ ആ വഴറ്റേൻ്റെ അകത്തോട്ട് നമ്മൾ ഗ്രേവിയും പോത്തിറച്ചി വേവിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ സ്പൈസസ് അതിൽ ചേർത്ത് വഴറ്റിയിലോട്ട് ഗ്രേവിയും പോത്തിറച്ചിയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇതൊക്കെ സിമ്മിലായിരുന്നു. ഇനി നമുക്കൊരു മിഡിൽ ഫ്ലെയിം കൊടുക്കാം. ഒരു മിഡിൽ ഫ്ലെയിമിലാകുമ്പോൾ അത് നന്നായിട്ടൊന്നും കൂടെ നല്ല ഒരേ മേനിൽ തിളയ്ക്കും. കണ്ടോ, അല്പം ഉപ്പും കൂടെ കൊടുക്കാം, കറിക്ക് ആവശ്യമെങ്കിലോ. എല്ലാ സാധനങ്ങളും ഇട്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അല്പം ഉപ്പ് കൂടെ കൊടുത്തത്. അപ്പോൾ ഇവിടെ പോത്തിറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ തിളച്ചു. അതിനെ നമ്മൾ ഇനി ഊറ്റാൻ പോവുകയാണ്. കണ്ടല്ലോ, കപ്പ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആയപ്പോഴത്തേക്ക് വെന്തുടഞ്ഞതാ. കണ്ടോ, പുട്ടുപോലെ വെന്തുടഞ്ഞു. അതിനെ ഞാനിതാ ഊറ്റാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോട് ഊറ്റണം. കൈ പൊള്ളരുത്, കൈ ദേഹത്ത് വെള്ളം വീഴരുത്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ അതിനതാ ഒരു അരിപ്പയിലോട്ട് അരിച്ച് എന്നിട്ട് വേറൊരു അരിപ്പയിലോട്ട് തട്ടിയ. കണ്ടല്ലോ, വെള്ളം മൊത്തം വാർന്നു തീർന്നപ്പോൾ ഞാനത് ആ കലത്തിൽ തന്നെ ആക്കിയിട്ട് ഇടികല്ലിൽ 4-5 വറ്റൽമുളക് എടുത്ത് ഇടിച്ചു. അതിനോടൊപ്പം 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ കൊച്ചു ജീരകം, അല്പം ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇതൊക്കെ പണ്ടത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്, ഇപ്പോഴത്തെ രീതിയല്ല. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇടികല്ലിൽ വെച്ച് ആട്ടുന്ന കണക്കൊന്ന് ഇടിച്ചാട്ടിയെടുക്കുക. ഇതൊക്കെ പണ്ട് നമ്മുടെ പൂർവികർ ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടോ, കറിവേപ്പില ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർക്കാമായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് മംഗലത്തിലിരിക്കുന്ന ചീനിയെ ആ നടുക്കാട്ടൊരു കുഴി കുഴിക്കണം. കണ്ടോ, സ്പൂൺ വെച്ച് കുഴിച്ചിട്ട് അതിലോട്ട് വേണം നമ്മൾ ഈ അരപ്പിനെ കൊടുക്കാൻ. കാര്യം നമ്മൾ ഇളക്കുമ്പോൾ അടിക്കുള്ളതിനെല്ലാം കിട്ടണം, അരപ്പ് കിട്ടണം. അതിനു വേണ്ടിയാണ്. മുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നടുക്ക് കുഴിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്കി നമുക്ക് അതിനെ ഇളക്കാം. അങ്ങനെ കപ്പ ഇളക്കാൻ പോവുകയാണ്. അങ്ങനെ ചീനി, കപ്പ അല്ലെങ്കിൽ ചീനി നമ്മൾ നന്നായി ഇളക്കി വെച്ചു, വേവിച്ചു വെച്ചു. പോത്തിറച്ചിക്കറി വെന്ത് വെച്ചു. രണ്ടും, പോത്തിറച്ചിക്കറിയും ചീനി വേവിച്ചതും റെഡി. ഇത് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടപ്പെട്ടോ? ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ മക്കൾക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്തു കൊടുക്കണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെയൊക്കെ വീട്ടുകളിൽ നല്ലൊരു ദിവസം വരുമ്പം ഇങ്ങനെ ചെയ്യാറുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ എല്ലാവരും വരുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഡിഷാണിത്. ഇത് മക്കൾക്ക് കൊടുക്കുക, അവർ സന്തോഷത്തോട് കഴിക്കട്ടെ. കണ്ടോ, നല്ല ടേസ്റ്റി ഫുഡ്. ഇനി ഒരു റെസിപ്പിയായി വരുവോളൂ. ബൈ മക്കളെ, ബൈ.